സർ, കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരെ കുറിച്ച് അതിശക്തമായി വളരെ ശക്തമായ ഭാഷയിൽ ഗണേഷ് കുമാർ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. സന്ദീപ് വാര്യർ അവസരോചിതമായി മാറുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ വിശ്വസിക്കാൻ സാധിക്കില്ല. കുഴപ്പക്കാരനാണ്. മാത്രമല്ല, ചില സമയങ്ങളിൽ ഒരു തന്തയ്ക്ക് പിറന്ന സ്വഭാവമല്ല സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അങ്ങനെ പോകുന്നു ഗണേഷ് കുമാറിന്റെ പരാമർശങ്ങൾ. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്? എന്തായിരുന്നു സംഭവം? പത്തനാപുരത്ത് ഒരു പരിപാടിയില് വളരെ മോശമായിട്ട് ഒരുപക്ഷെ സന്ദീപ് വാര്യരെ പറ്റി വിമർശനം നടത്തുന്നതായിട്ട് ആണ് നമ്മൾ കണ്ടത്. ഗണേഷ് കുമാർ മന്ത്രി, അദ്ദേഹത്തിന്റെ ഭാഷ അറിയാമല്ലോ. അദ്ദേഹത്തിന് ഈ ആൾക്കാരെ അല്ലെങ്കിൽ എതിരെ സംസാരിക്കുന്നതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു അവസ്ഥ. കാരണം അതിനെ പഴുതു വെച്ച് കൊടുത്ത ഈ സന്ദീപ് വാര്യരും ഈ ജ്യോതി ചാമക്കല എന്ന് പറഞ്ഞ KPCC-യുടെ ഒരു, അദ്ദേഹം എനിക്കൊന്ന് ജനറൽ സെക്രട്ടറി മറ്റുമാണ്. അത് അവിടെ ഈ നിരന്തരമായിട്ട് ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്ത് മത്സരിച്ച് തോക്കുന്നതും നാളെ കാലത്ത് എങ്ങനെയെങ്കിലും ഗണേഷ് കുമാറിനെ തോൽപ്പിച്ചിട്ട് ഒരു MLA ആയി നിയമസഭയിൽ പോയി രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സംസ്ഥാനത്തെ വികസനം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉതകുന്ന രീതിയിൽ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണ്. നിരന്തരം നമ്മൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ടാണ് കാണാറുള്ളത്. അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ഒരു കാര്യം പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ എതിരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എടാ പോടാന്നൊക്കെ വിളിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ മോശമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ പറയുന്ന ആള് തന്നെ ഈ പറയുന്ന സന്ദീപ് വാര്യറും അങ്ങോട്ടും ഇങ്ങോട്ടും, സന്ദീപ് വാര്യർ പണ്ട് BJP ആയിട്ടിരിക്കും, BJP-യുടെ ഭാഗം സംസാരിക്കുമ്പോൾ സന്ദീപ് വാര്യനെ എടാ പോടാ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിച്ചിട്ടുള്ള നേതാവ് ലോകത്തുള്ളവരെല്ലാം കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഇവർ രണ്ടുകൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഒരു പരിപാടിക്ക് വന്നു. പരിപാടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്തനാപുരത്ത് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടൊരു പരിപാടിയായിരുന്നു. കോൺഗ്രസിൻ്റെതായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹം അവരുടെ പിള്ളേർക്ക്, ഈ 10ാം ക്ലാസ്സിലോ +2-ലോ എങ്ങാണ്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ ആയിട്ട് കുറെ കൊച്ചു പുസ്തകമൊക്കെ, ഇവിടെ പുസ്തകവും ബാഗും ഒക്കെ കൊടുക്കുന്ന പരിപാടിയായിരുന്നു. പരിപാടിക്ക് ശേഷം അദ്ദേഹം അതിനകത്ത് രാഷ്ട്രീയം സംസാരിച്ചു. ഗണേഷ് കുമാർ ലോകത്തിലെ ഏറ്റവും മോശക്കാരനാണെന്നും അല്ലെങ്കിൽ ഗണേഷ് കുമാർ പ്രശ്നക്കാരനാണെന്നും മറ്റേതാണെന്നും മറിച്ചതാണെന്നും പറഞ്ഞ് രാഷ്ട്രീയം സംസാരിച്ചതിനെതിരെ മറുപടി പറയുന്ന പ്രസംഗത്തിലാണ് ഈ പറയുന്ന പോലെ സന്ദീപ് വാര്യരെ വലിച്ച് അദ്ദേഹം ഭിത്തിക്കകത്ത് ഒട്ടിച്ചത്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ പിള്ളേരെ, കൊച്ചു പിള്ളേരെ വിളിച്ചു, കൊച്ചു പിള്ളേർക്ക് അവരെ അഭിനന്ദിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടി കുഴപ്പമില്ല. അപ്പൊ മാതാപിതാക്കൾ വന്ന്, കുടുംബമായിട്ട് വന്ന് 10-130 പേര് ഉണ്ടാകുന്ന പരിപാടിയായിരുന്നു. അപ്പൊ പിള്ളേർ വന്നതിന്റെ കൂടെ തന്തയും തള്ളയും വന്ന് പിള്ളേർക്ക് ഒരു അംഗീകാരം കിട്ടുന്നത് കാണാൻ തന്തയും തള്ളയ്ക്കും ഇഷ്ടമാണ്. അത്തരത്തിൽ കാണാൻ വന്നത് കൊണ്ട് മാത്രം ആ പരിപാടിക്ക് ഈ കുടുംബക്കാരെല്ലാം കൂടെ വന്നത് കുറച്ചാളുണ്ടായിരുന്നു. അതിനുശേഷം പുസ്തകം കൊടുത്തിട്ട് ഈ രണ്ടുപേരുടെ കൂടി തച്ചിന്റെ പുറത്ത് രാഷ്ട്രീയം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവന്റെയൊക്കെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഈ ഇങ്ങനെ എന്റെ ഭാഷയല്ല അദ്ദേഹത്തിന്റെ ഭാഷയാണ്, ഇവന്റെയൊക്കെ രാഷ്ട്രീയം തിരിച്ചു പറഞ്ഞാൽ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് എന്തോ രാഷ്ട്രീയമാണുള്ളത്? ഇവൻ ഇന്നലെ വരെ BJP അല്ലായിരുന്നു. BJP-ക്കകത്ത് പാലക്കാട് ഒരു സീറ്റ് കിട്ടത്തില്ലെന്നുള്ള കാരണം പറഞ്ഞ് അതിനകത്ത് നാളെ കാലത്തെ നിന്നാൽ MLA MP ഒന്നും ആകാൻ ഒക്കത്തില്ലെന്ന് കണ്ട്, അത് കോൺഗ്രസിന്റെ കൂടെ കൂടിയാൽ സാധ്യമാകുന്നു കണ്ട്, അതുവരെ പറഞ്ഞിരുന്ന മാമൂലുകളും അല്ലെ എത്തിക്സുകളും ഒക്കെ വിട്ട് പിറ്റേന്ന് റേഡിയോ ഓൺ ചെയ്യുമ്പോൾ സ്റ്റേഷൻ മാറ്റുന്നത് പോലെ വർത്തമാനം പറയുന്ന ഇവനെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? മാത്രവുമല്ല, കടലിലെടുത്തി ആടുന്നത് പോലെയാണല്ലോ ഈ വിട്ടി കുഷ്മാണ്ഡ ഇപ്പൊ ഈ കോൺഗ്രസിനകത്ത് എടുത്തി ആടിയിട്ടുള്ളൂ. കോൺഗ്രസിനകത്ത് ഉള്ളവന്മാർക്ക് സീറ്റ് കൊടുക്കാനും അതിനകത്ത് നിൽക്കുന്നവരെ വേണ്ട രീതിയിൽ പരിഗണിച്ചു പോകാനും പറ്റാത്ത ഒരു പാർട്ടി ആകുമ്പോൾ ഇയാളും കൂടെ വന്നു ചെന്നാൽ ഇയാൾക്ക് എങ്ങനെ സീറ്റ് കിട്ടും എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള ഒരു പ്രസ്താവനയും കാര്യങ്ങളും, വളരെ മോശമായിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പം ആ രീതിയിലേക്ക്, അതുപോലെ തന്നെ ഇദ്ദേഹം നിരന്തരം ഒരു ബഫൂണാകുന്നതും അല്ലെങ്കിൽ പറഞ്ഞ് വഷളാകുന്നതുമായിട്ടുള്ള ഒരു നേതാവായിട്ടാണ് ഇപ്പൊ കോൺഗ്രസിനകത്ത് കണ്ടിരിക്കുന്നത്. ചാനലുകാർ പുള്ളിയെ കൃത്യമായിട്ട് വിളിക്കും. കാരണം പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളിയെ ഭിത്തിയിൽ ഒട്ടിക്കുന്നത് കാണാൻ വേണ്ടി തന്നെ കുറെ ആൾക്കാരെ കിട്ടും. അതുകൊണ്ട് തന്നെ ചാനലുകാർക്ക് വ്യൂസ് ഉണ്ട്. ഇത് തന്നെ കഴിഞ്ഞ ദിവസം വിഭജന ദിനം എന്ന് പറഞ്ഞിട്ട് BJP ആഘോഷിക്കുന്നതിനകത്ത് പുള്ളി ഭയങ്കര വിമർശനം. കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോ ഒക്കെ വിഭജന ദിനം ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയപ്പോൾ എന്തുകൊണ്ട് വിഭജന ദിനം ആഘോഷിക്കാത്തത് എന്നുള്ള രീതിയിലേക്ക് പുള്ളി വലിയ വിശാലമാകുന്നുണ്ട്. സഞ്ജീവ് വചസ്പതി എന്ന് പറഞ്ഞ ആളുടെ വായിക്കാത്ത എന്ന് കയറി ഇല്ല ഈ നമ്മുടെ റോഡ് റോളറിന്റെ കീഴിൽ ആക്രി കയറുന്നവരായിപ്പോയി. കാരണം എന്താണ് ഈ പറഞ്ഞതുപോലെ വിഭജന ദിനം എന്നാ ഉണ്ടായത്? ഇന്നലെയാണോ ഉണ്ടായത്? ഇയാൾ നേരത്തെ ഇതിനകത്തുള്ളപ്പോ വിഭജനം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഇയാൾ വിഭജന ദിനത്തിനെ പറ്റി വളരെ വലിയ വലിപ്പത്തിൽ സംസാരിച്ചല്ലോ. അപ്പൊ ഇദ്ദേഹം വിഭജന ദിനത്തെ പറ്റി സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും വിഭജനം ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ ഒരു മുറിവ് ഉണങ്ങിപ്പോകട്ടെന്ന് വിചാരിച്ച് ആൾക്കാർ ഓർക്കാണ്ടാത്തതായിട്ടുള്ള ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അതായത് വർഗീയ ധ്രുവീകരണമാണ്. അതിനാണ് BJP ശ്രമിക്കുന്നത്, അതിനാണ് മറ്റേ ശ്രമിക്കുന്നതൊക്കെ പറഞ്ഞ സഞ്ജീവ് വത്സവ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. കാരണം വിഭജന ദിനത്തിനകത്തെ കഥ പറയുമ്പോൾ, കാര്യങ്ങൾ പറയുമ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു അല്ലെങ്കിൽ ഈ പറയുന്ന നെഹ്റു അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെയാണ് ഇതിനകത്ത് പ്രതികളായിട്ട് വരുന്നത്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞ്
അല്ലെങ്കിൽ ഇദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അന്ന് പറഞ്ഞ കാര്യവും ഇന്ന് പറയുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള ഒരു നേതാവാണ്, ഇയാൾക്ക് യാതൊരു എത്തിക്സും ഇല്ല, ഇയാൾക്ക് MLA ആവണം, അല്ലെ MP ആവണം, അല്ലെങ്കിൽ വേറെ വല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ളവർ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തും ഉണ്ടാകരുത്, ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിമർശനമാണ് ഒരുപക്ഷെ ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മറ്റു ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ സഞ്ജീവ് വനസ്പതിയും ഈ പറഞ്ഞ വിഭജനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഒരു എത്തിക്സും ഇല്ലാത്ത ഒരു രാഷ്ട്രീയം, ഗണേഷ് കുമാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയത്തില്ലേ, ഒരു തന്തയ്ക്ക് പിറന്ന ആൾക്കാർക്ക് പറയാൻ പറ്റുന്നതും പ്രവർത്തിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമല്ല ഈ പറയുന്നത് പോലെ സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു രാഷ്ട്രീയക്കാരനെ ഏതൊരു പാർട്ടി ആയാലും അതിനകത്ത് ഉൾക്കൊള്ളിച്ചു പോകുന്നതിനും ജനം അംഗീകരിച്ചു പോകുന്നതിനുമുള്ള സാധ്യത ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് പുനഃപരിശോധിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇദ്ദേഹത്തിന് നിരന്തരം തട്ട് കിട്ടുന്നുണ്ട്. കാരണം ഇദ്ദേഹം വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മുമ്പിലോട്ട് മൈക്കും ഒക്കെ ആയിട്ട് ആളുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പറയുന്ന കാര്യത്തിനകത്ത് വലിയ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഊളത്തരമാണെന്നും, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യം എടുത്തു വെച്ചിട്ട് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് വലിയൊരു വാർത്തയാക്കാൻ പറ്റുമെന്ന് കണ്ടുകൊണ്ട് ഈ മാധ്യമങ്ങൾ നടത്തിയല്ലോ. അതായത് ഇത്രയ്ക്ക് പാർട്ടി മാറുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പാർട്ടിക്കകത്തുനിന്ന് മറ്റു പാർട്ടിക്കകത്തോട്ട് ആളുകൾ മാറുന്നോ ഒന്നും തെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതിന് അതേ രീതിയിൽ ഇപ്പുറത്തോട്ട് വന്നിട്ട് യാതൊരു ഓർമ്മയും ഇല്ലാതെ മറിച്ച് പറയുമ്പോൾ, ഇയാൾ ഇന്നലെ പറഞ്ഞതും അച്ചാരം മേടിച്ചിട്ടാണോ ഇന്ന് പറയുന്നതും അച്ചാരം മേടിച്ചിട്ടാണോ എന്നുള്ള രീതിയിലേക്കൊക്കെ ആർക്കെങ്കിലും തോന്നിയാലും, അത്തരത്തിൽ ആ കാര്യത്തിനകത്തൊരു വിമർശനം വന്നാലും തെറ്റു പറയാനൊക്കത്തില്ല. ഏതായാലും നമ്മൾക്കും മനസ്സിലാവുന്നത് എന്തിനൊക്കെയോ വേണ്ടി വെപ്രാളം പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ. നാളെ കാലത്ത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് സീറ്റും ഒക്കെ കിട്ടിയാൽ കേട്ടോ, ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വേറെ ചില ആൾക്കാർ പറയുന്ന വാക്കുകൾ ഏറ്റുപിടിക്കുന്നതാണ്. അതായത് മതമൗലികവാദികളെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള വർത്തമാനം ഒരു സന്ദീപ് വാര്യരെ കൊണ്ട്, അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഒരു BJP നേതാവിനെ കൊണ്ട് ആര് പറയിക്കാൻ ആഗ്രഹിക്കുന്നോ, അല്ലെങ്കിൽ ആ പറയുന്നത് കൊണ്ട് ആർക്ക് നേട്ടം ഉണ്ടാകുന്നതോ അവരുടെ ഒരു കൃത്യമായ വ്യക്തമായിട്ട് തോന്നത്തക്ക രീതിയിലാണ് പുള്ളി പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യത്തിൽ, കാരണം ഏതെങ്കിലും കാരണവശാൽ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് അച്ചാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ ആ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് ഒരുപക്ഷെ നമുക്ക് സന്ദീപ് വാര്യരെ കാണേണ്ടി വരും. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ, അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ പോക്ക് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ഗണേഷ് കുമാർ വാരി വലിച്ചൊട്ടിച്ചിട്ടുണ്ട്. ഇനിയും ഒരു കാലത്തും അത് പുള്ളിക്ക് നാണോ മാനോ ഒന്നുമില്ല. ഇത് കേട്ടാൽ നാളെ കാലത്ത് വീണ്ടും വന്നിരുന്ന് പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞിട്ട് പോകും. പുള്ളിക്ക് എന്ന് ഈ അഭിപ്രായം പറയുന്നത് എന്താണെന്നുള്ള കാര്യത്തെ പറ്റിയല്ല, നാറുന്നതും മണക്കുന്നതും പുള്ളിക്ക് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ എപ്പോഴും ഇങ്ങനെ ലൈൻ ലൈറ്റ് നിൽക്കണം, അത് ഏത് അഭിപ്രായം പറഞ്ഞാലും നിൽക്കണം എന്നുള്ള രീതിയിലേക്ക് ഓരോ ദിവസവും വളരെ കൃത്യമായിട്ട് അജണ്ട വെച്ച് ഇറങ്ങി ഞാൻ വഷളായി വീട്ടിൽ പോകത്തുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു നേതാവായിട്ടാണ് ഇപ്പൊ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആളിനെ കാണുന്നത്. ഗണേഷ് കുമാർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സഞ്ജീവ് വനസ്പതി ഇന്നലത്തെ കാര്യത്തിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയൊക്കെ വളരെ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മൾ ഈ ചില ആൾക്കാരെ അച്ഛന് പിടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഈ ചില ഒരുപക്ഷെ സന്ദീപ് വാര്യർക്കോ ഗണേഷ് കുമാറിനോ ഒന്നും അങ്ങനെ ചെയ്യുന്നത് അവർക്ക് ക്ഷീണം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഈ പറയുന്നത് അമേദ്യം, പുള്ളി പറഞ്ഞൊരു വാചകം ഏറ്റവും അവസാനം അമേദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, അത് ഉണ്ടെങ്കിൽ അതിനകത്ത് ചൂല് മുക്കിയിട്ട് ഇവനെ അടിക്കണം, അത്തരത്തിലുള്ള അടി പോലും കിട്ടാൻ അർഹതയുള്ള ഒരുത്തനാണ് സന്ദീപ് വാര്യർ എന്നാണ് ഇന്നലെ ഗണേഷ് കുമാർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. എന്തായാലും ഗണേഷ് കുമാർ കൃത്യമായ ഒരു മറുപടി സന്ദീപ് വാര്യർക്ക് നൽകിയിരിക്കുകയാണ്. സന്ദീപ് വാര്യർ ഇതുപോലെ പലപ്പോഴും പലയിടങ്ങളിലും ചെന്ന് നേരത്തെ അദ്ദേഹം വിശ്വസിച്ചൊപ്പം ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞും കോൺഗ്രസിനെ വല്ലാതെ പുകഴ്ത്തിയും എങ്ങനെയൊക്കെ BJPയെ എവിടെയൊക്കെ ഇകഴ്ത്തിക്കാട്ടാം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും പരാമർശങ്ങളും ഒക്കെ പോവാറ്. ഇത്തവണ അദ്ദേഹം ചെന്നുപെട്ടത് ഗണേഷ് കുമാറിന്റെ സ്ഥലത്തായി പോയി എന്ന് മാത്രം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.